ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു വെറൈറ്റി കേക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ട് ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കോഴിമുട്ട, ഒരു ടീസ്പൂൺ വനില എസൻസും 1/4 കപ്പ് പഞ്ചസാരയും നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഓരോ സ്പോഞ്ചിനുള്ള ബാറ്ററും സെപ്പറേറ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. 1/4 കപ്പ് പാൽ ആഡ് ചെയ്തിട്ട് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള നമ്മളുടെ 1/4 കപ്പ് മൈദയും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും തരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് നീല കളറാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. നല്ല പെട്ടെന്ന് ബേക്ക് ചെയ്തെടുക്കാൻ കഴിയും. എല്ലാതും ഇതുപോലെ ചെയ്തെടുക്കുക. ഞാനിവിടെ 6 കളറാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ ബാറ്റർ അതുപോലെ തന്നെ നിങ്ങളുടെ കേക്ക് ഹാർഡാവാതിരിക്കാൻ എപ്പോഴും പാല് ചേർത്താൽ മതി. നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കളർ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നായിട്ട് ബാറ്റർ ഉണ്ടാക്കിയതിന് ശേഷം നമ്മുടെ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് എല്ലാവരും പല കളറിൽ ആഡ് ചെയ്തിട്ട് നമ്മുടെ സോസ് പാനിലോ അല്ലാന്നുണ്ടെങ്കിൽ ദോശക്കല്ലിലോ ചുട്ടെടുത്താലും നമുക്ക് നമ്മുടെ കേക്കിനുള്ള സ്പോഞ്ച് കിട്ടും. ഞാനിവിടെ സെപ്പറേറ്റ് ആയിട്ടാണ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. കേക്ക് എപ്പോഴും ഉണ്ടാക്കുമ്പം റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ടയും പാലും എടുക്കുക. അല്ലെങ്കിൽ നമ്മളുടെ കേക്ക് ഹാർഡാവും, പൊങ്ങിക്കിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള പാലും കോഴിമുട്ടയും എടുക്കണം എന്ന് പറയുന്നത്. യെല്ലോ കളറ്. അതുപോലെ തന്നെ ഇനി അടുത്തതായിട്ട് ഉണ്ടാക്കുന്നത് റെഡ് കളറാണ്. അങ്ങനെ 6 കളറും ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഈവനിങ് സ്നാക്സ് ആയിട്ട് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നല്ല സോഫ്റ്റാണ് കേക്ക്. നമ്മുടെ പാത്രത്തിൽ നിന്നൊക്കെ റിമൂവ് ചെയ്യുമ്പം ശ്രദ്ധിക്കണം, പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. നല്ല കനം കുറഞ്ഞ കേക്കായതുകൊണ്ട് നമ്മളിത് കട്ട് ചെയ്യുന്നില്ല, ലെയറായിട്ട് കട്ട് ചെയ്യുന്നില്ല. ഇങ്ങനെ നമ്മൾ ഐസിങ് ചെയ്യാണ്. അപ്പം ഇനി അടുത്ത് നമുക്ക് ഐസിങ് ചെയ്യാം. ഇതിനിവിടെ എടുത്തിട്ടുള്ളത് 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. നന്നായിട്ട് സ്റ്റിഫ് ചെയ്ത് ബീറ്റ് ചെയ്യാം. എല്ലാ കേക്കും ഐസിങ് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മുടെ ഈ കേക്കും ഐസിങ് ചെയ്യുന്നത്. പിന്നെ ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്യുന്നുണ്ട്. ലെയറിൻ്റെ ഇടയിലൊക്കെ ഞാനിവിടെ ചേർക്കുന്നത് വൈറ്റ് ചോക്ലേറ്റ് ആണ്. വൈറ്റ് ചോക്ലേറ്റ് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്താലും മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണിത്. എല്ലാ ലെയറും ഇതുപോലെ ചെയ്തെടുക്കുക. നമ്മളുടെ കയ്യിൽ ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ലെയറിൻ്റെ ഇടയിൽ ആഡ് ചെയ്യാം. അതൊക്കെ ഓപ്ഷനിലാണ്. അപ്പം എല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. ലാസ്റ്റ് ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി കവർ ചെയ്ത് നമുക്ക് ഐസിങ് ചെയ്യാം.
ഇപ്പം നമ്മളുടെ കേക്ക് ഇവിടെ ഫുള്ളായിട്ട് ഐസിങ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ ഗനാഷ് ഒഴിച്ച് കൊടുക്കാണ്ട് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം നമുക്കിത് അടുത്തതായിട്ടുള്ള സ്റ്റെപ്പ് ചെയ്യാം. അതിന് ഗനാഷ് ഉണ്ടാക്കണം. വൈറ്റ് ചോക്ലേറ്റിലാണ് ഞാനിവിടെ ഗനാഷ് ഉണ്ടാക്കുന്നത്. 5 കളർ ആഡ് ചെയ്തിട്ട് ഗനാഷ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതിൽ അവരവരുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിത് ഒലിപ്പിച്ച് കൊടുക്കുകയാണ്. ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കണം എന്നൊന്നുമില്ല. വിപ്പിംഗ് ക്രീമിൽ കളർ ആഡ് ചെയ്തിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് ഗനാഷ് നിങ്ങൾ ഉണ്ടാക്കുമ്പം ഫ്രിഡ്ജിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഉണ്ടാക്കിയാൽ നമുക്ക് ഗനാഷ് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. അല്ലെങ്കിൽ നമ്മളുടെ ചോക്ലേറ്റ് കട്ടിയായി പോകാൻ സാധ്യതയുണ്ട്. അപ്പം എപ്പോഴും തണുത്തിട്ട് നിങ്ങൾ ഒരിക്കലും ഗനാഷ് ഉണ്ടാക്കരുത്. അപ്പം ഫുള്ളായിട്ട് ഇത് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നോസിലുകൊണ്ട് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീമിൽ കളർ ആഡ് ചെയ്തിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇതൊക്കെ നിങ്ങളുടെയൊക്കെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കേക്ക്. ഇനി ഭംഗിക്ക് വേണ്ടിയിട്ട് ഷുഗർ ബോൾ ഇവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബീഡ്സും സ്റ്റാറൊക്കെ ഇട്ടിട്ട് നമുക്കിത് ഡിസൈൻ ചെയ്യാം. ബോർഡറും അതുപോലെ തന്നെ നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു കേക്കാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കേക്കാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.